എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2025 രണ്ടാം ക്വാളിഫയറായ മുംബൈയും പഞ്ചാബും തമ്മിൽ നടന്ന മത്സരത്തിലെ നാടകീയ സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പഞ്ചാബ് കിങ്സിനോട് തോറ്റ് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ നിന്ന് പുറത്തായതിനു ശേഷം കളിക്കളത്തിൽ കണ്ട ഹൃദയഭേദകമായ രംഗങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. മുംബൈയുടെ തോൽവിയിൽ കണ്ണീരണിഞ്ഞ രോഹിത് ശർമ്മ ശ്രേയസ് അയ്യരെ കെട്ടിപ്പിടിച്ച് ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത്. അതുപോലെ ഹാർദിക്കിന് സംഭവിച്ച തെറ്റുകളും രോഹിത് ചൂണ്ടിക്കാട്ടി. IPL 2025 യോഗ്യതാ റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് തോറ്റതോടെ മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ നിന്ന് പുറത്തായി. ഈ തോൽവിക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് ടീം അംഗങ്ങൾ മൈതാനമധ്യത്തിൽ തകർന്നുപോയി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീർ ഒതുങ്ങിയില്ല. എന്നാൽ ഇതിനിടെ സംഭവിച്ച ഒരു കാര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. രോഹിത് ശർമ്മ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാനാകില്ല. അതിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചോദ്യം: മുംബൈയുടെ ഈ തോൽവിക്ക് പിന്നിലെ പ്രധാന കാരണം ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? താഴെ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. IPL 2025 യോഗ്യതാ റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ മുംബൈയും പഞ്ചാബും തമ്മിൽ നടന്ന പോരാട്ടം ആവേശത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചു. ടോസ് നേടിയ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് ഒരു മികച്ച തീരുമാനമായി മാറി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് പഞ്ചാബിന് മുന്നിൽ 204 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തി. സൂര്യകുമാർ യാദവ് നേടിയ 44 റൺസായിരുന്നു മുംബൈയുടെ ഉയർന്ന വ്യക്തിഗത സ്കോർ. എന്നാൽ 204 റൺസ് പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. വെറും 13 റൺസ് എടുക്കുന്നതിനിടെ പഞ്ചാബിന് ആദ്യ വിക്കറ്റ് നഷ്ടമായി. പ്രിയാൻഷ് ആര്യയും ജോഷ് ഇംഗ്ലീഷും ചേർന്ന് ഇന്നിംഗ്സ് കുറച്ചുനേരം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അവർക്കും അധികനേരം ക്രീസിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മധ്യനിരയിൽ നിഹാൽ വഡേരയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ചേർന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ബാറ്റ് ചെയ്തു. ക്രീസിലെത്തിയ ഉടൻ തന്നെ അയ്യർ സിംഗിളുകളോ ഡബിളുകളോ എടുക്കാൻ ശ്രമിക്കാതെ ഫോറുകളും സിക്സറുകളും വാരിക്കൂട്ടി. മത്സരം പുരോഗമിക്കുന്തോറും അയ്യരുടെ ബാറ്റിംഗ് കൊടുങ്കാറ്റ് പോലെ തുടർന്നു. ഒടുവിൽ ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 5 വിക്കറ്റിന് പരാജയപ്പെട്ടു. പഞ്ചാബിന്റെ വിജയത്തിലെ ഏറ്റവും വലിയ താരം 87 റൺസിന്റെ കൊടുങ്കാറ്റുള്ള ഇന്നിംഗ്സ് കളിച്ച ശ്രേയസ് അയ്യരായിരുന്നു. ഈ ഇന്നിംഗ്സിലൂടെ അദ്ദേഹം മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. എന്നാൽ അതിനുശേഷം രോഹിത് ശർമ്മയുടെ ഞെട്ടിക്കുന്ന പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഈ തോൽവിയിൽ ഞാൻ വളരെ നിരാശനാണ്. ഞങ്ങൾക്ക് ജയിക്കാമായിരുന്ന മത്സരം ഞങ്ങൾ തോറ്റെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് തന്നെ എനിക്ക് ദേഷ്യമുണ്ട്. കാരണം ഇന്നത്തെ മത്സരത്തിൽ എന്റെ ബാറ്റ് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്നെ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ഞങ്ങളുടെ ബൌളർമാരാണ്. ക്വാളിഫയർ പോലെയുള്ള ഒരു വലിയ മത്സരത്തിൽ ഞങ്ങളുടെ ബൌളർമാർ വളരെ മോശമായി പന്തെറിഞ്ഞു. മുംബൈ തോൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുപോലെ തോന്നി. ഹാർദിക് പാണ്ഡ്യയുടെ ചില തെറ്റുകളും രോഹിത് ചൂണ്ടിക്കാട്ടി. ഈ മത്സരത്തിൽ ഹാർദിക്കിന് എവിടെയോ തെറ്റ് സംഭവിച്ചു. ജസ്പ്രീത് ബുംറയെ കൊണ്ട് 18ാം ഓവർ എറിയിക്കാതെ ഹാർദിക്കാണ് എറിഞ്ഞത്. 19ാം ഓവർ ബുംറയെ കൊണ്ട് എറിയിപ്പിക്കേണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ മുംബൈ ടീം ഈ മത്സരം ജയിക്കുമായിരുന്നു. ജസ്പ്രീത് ബുംറയെ കൊണ്ട് 18ാം ഓവർ എറിയിച്ചതിലൂടെ ഞങ്ങളുടെ ടീം വലിയൊരു തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടീം യോഗ്യതാ റൗണ്ടിൽ എത്തിയിട്ടും ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ല. രോഹിത് ശർമ്മ തന്റെ പ്രസ്താവനയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു: പഞ്ചാബിന് 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ഈ മത്സരം ഞങ്ങൾ ജയിക്കുമെന്ന്. പക്ഷേ ഞങ്ങളുടെ ടീമിന് മുന്നിൽ ശ്രേയസ് അയ്യർ ഒരു മല പോലെ ഉറച്ചുനിന്നു. അയ്യരുടെ വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ പഞ്ചാബ് ഒരിക്കലും ഈ മത്സരം ജയിക്കുമായിരുന്നില്ല. എന്തായാലും കളി തോൽക്കുകയോ ജയിക്കുകയോ എന്നത് കളിയുടെ ഭാഗമാണ്. പക്ഷേ ശ്രേയസ് അയ്യർ ഇന്ന് ഈ സമ്മർദ്ദത്തിന് കീഴിൽ ഭയമില്ലാതെയാണ് ബാറ്റ് ചെയ്തത്. അദ്ദേഹം തന്റെ ബാറ്റിംഗ് കൊണ്ട് ഞങ്ങളുടെ കയ്യിലിരുന്ന മത്സരം തട്ടിയെടുത്തു. അവൻ വളരെ മികച്ചതും കഴിവുള്ളവനുമാണ്. അയ്യർ ടീം ഇന്ത്യയുടെ ഒരു സൂപ്പർ സ്റ്റാർ കളിക്കാരനായി മാറുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഈ തോൽവിയോടെ മുംബൈയുടെ 2025 IPL ട്രോഫി എന്ന പ്രതീക്ഷ മാഞ്ഞിരിക്കുകയാണ്. ഇനി ആരാവും ഈ തവണത്തെ IP ട്രോഫി നേടുക എന്ന് നമുക്ക് കണ്ടറിയാം. ഈ തവണ IPL ട്രോഫി ഏത് ടീം നേടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.